ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള വിധിയെഴുത്തായിരുന്നില്ല 2016-ലും 2021-ലും. 0 കിട്ടേണ്ട പാർട്ടിയല്ല. പക്ഷേ നിർഭാഗ്യവശാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും 1+1 2 രാഷ്ട്രീയത്തിൽ. ആ നിലയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന അതിൻ്റെ അവഹേളനവും അധിക്ഷേപവും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഈ സന്ദർഭത്തിലെല്ലാം സാധാരണ പാർട്ടി പ്രവർത്തകർ അവരെല്ലാം പാർട്ടിയോട് കൂടുതൽ ആവേശത്തോട് ചേർന്ന് നിന്ന് തിരിച്ചു വരണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുക. കഴിഞ്ഞ 2-3 വർഷക്കാലമായി ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓരോരുത്തരും, മാത്രമല്ല എനിക്കതിൽ ഏറ്റവും സന്തോഷം, ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ RSPയുടെ ഭാഗമായി നിന്നവരെല്ലാവരും, മറ്റു പാർട്ടിയിൽ പോയവരായിക്കോട്ടെ, ഏതെങ്കിലും കാലഘട്ടത്തിൽ RSPയുടെ ഭാഗമായി നിന്നവരെല്ലാവരും RSP ഈ മണ്ണിൽ അവസാനിക്കില്ലേ എന്ന വാശിയോടുകൂടി അവരുടേതായിട്ടുള്ള സംഭാവന നൽകി. അത് തിരുവനന്തപുരം മുതൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ, കൊല്ലം ജില്ലയിൽ, അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷനും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ലീഗിൻ്റെ പ്രവർത്തകർ പണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള ഒരു വാശിയോടുകൂടിയുള്ള പ്രവർത്തനവും കൂടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ സാധിച്ചത്. 96-ലാണ് അവസാനം 5 MLA-മാരും ഒരു MP ഉണ്ടായത്. അതിനുശേഷം ഇന്നിപ്പോൾ 4 MLA-മാരും ഒരു MPയും പാർട്ടിക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒന്നാണ്. അല്ല, അതല്ല, ഇന്ന് പാർട്ടി കമ്മിറ്റി ഇപ്പോൾ കൂടാൻ പോവുകയാണ്. പാർട്ടി കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തീരുമാനിച്ച് നമ്മൾ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റേ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങളൊന്നുമായി ഞങ്ങൾ പോകത്തില്ല. അല്ല, അത് പാർട്ടി ആലോചിച്ചിട്ട് ചെയ്യാം. 102 MLA-മാർ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളപ്പോൾ RSPക്ക് 4 MLA-മാരാണുള്ളത്. അന്നേരം അതിൻ്റെ പ്രായോഗിക തലത്തിൽ ആലോചിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന അവകാശവാദങ്ങൾ പാർട്ടി മുന്നോട്ട് വയ്ക്കില്ല. ആദ്യം ഇതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ആരെന്നൊക്കെ തീരുമാനിക്കണം, ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ അത് എങ്ങനെയാണ്? കോൺഗ്രസിൽ ഇപ്പോൾ പലതരത്തിലുള്ള അവകാശങ്ങളൊക്കെ നടക്കും. അല്ല, അങ്ങനല്ലല്ലോ. അതത് പാർട്ടിയാണല്ലോ, അതാത് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരെ തീരുമാനിക്കും. പിന്നെ ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. RSPയുടെ ഇന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള തീരുമാനം എടുക്കും. ആ തീരുമാനം എല്ലാ ഘടകകക്ഷികൾക്കും ബാധകമാണ്. അതിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ മറ്റൊരു കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി ആരായിരിക്കണമെന്ന് പറയാനോ ഞങ്ങൾക്ക് അവകാശമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു മാൻഡേറ്റ് ജനം തന്നു, അവർ ഏതെങ്കിലും തരത്തിൽ ആ ജനതയ്ക്ക് മാനിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ തീരുമാനങ്ങൾ ഈ കാര്യത്തിലും വേണ്ടതല്ല. എന്താണ് ജഡേഷനിൽ RSPയുടെ അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു തിളക്കമുണ്ടല്ലോ, അതിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ തിളക്കമില്ലാതെ ആക്കരുതെന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാം. പ്രവർത്തകരാണ്. ഇപ്പോൾ ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും കാര്യം ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ ചർച്ച വരുന്നു. പ്രവർത്തകർക്ക് ആഗ്രഹങ്ങൾ കാണും. പക്ഷേ ആ ആഗ്രഹങ്ങൾ അതിരുവിട്ട് പോകുമ്പോൾ അത് മൊത്തത്തിൽ UDFന് ദോഷകരമായി മാറും. അത് ഉണ്ടാകരുതെന്ന് മാത്രമേ RSPക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും. എന്താണെന്നാലും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ RSPയുടെ അതിൻ്റെ ഭാഗമാകുമല്ലോ. അന്നേരം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും. അല്ല, അതൊന്നും ഇപ്പം നമ്മൾ പറയുന്നത്. ഇപ്പം പാർട്ടി ഇന്ന് കൂടുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പോലും അറിയില്ല. കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളായിട്ടില്ലല്ലോ. എന്താണെങ്കിലും പാർട്ടി എല്ലാ വശങ്ങളിലും. അന്ന് 2011 അന്ന് ഞാൻ RSP B ആയിരുന്നു. അന്ന് 72 പേരിലേക്ക് എണ്ണം നിന്നതുകൊണ്ടാണ് ഏറ്റവും ജൂനിയറായ, ഏറ്റവും ചെറുകക്ഷിയായ ഞാൻ അന്ന് മന്ത്രിസഭയിലേക്ക് വന്നതും തൊഴിൽ വകുപ്പ് കിട്ടിയത്. ഇന്ന് RSP ഈ മുന്നണിയിലെ 4ാമത്തെ കക്ഷിയാണ്. 4 MLA-മാരുടെ പിന്തുണയുണ്ട്. അതിനനുസരിച്ചുള്ള പരിഗണന കോൺഗ്രസിൽ നിന്നും ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.